2014 നടന്ന ഒരു 15ഓളം ക്വസ്റ്റ്യങ്ങളാണ്, GK ക്വസ്റ്റ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതായത് RRB ഗ്രൂപ്പ് D 2025 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ നന്നായിട്ടൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ പറയുന്ന 15 ക്വസ്റ്റ്യൻസും മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, 1000ൻ്റെയും മുൻപും പിമ്പുമുള്ള സംഖ്യയുടെ ആകെ തുകയാണ്. ഇവിടെ ആൻസർ 2000 ആണ്. 1000ൻ്റെ മുമ്പും പിമ്പുമുള്ള സംഖ്യയുടെ ആകെ തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഓക്കെ, ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഗോവയാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി AO ഹീം. അപ്പോൾ ഗ്രൂപ്പ് D എക്സാം പുതുതായിട്ട് എഴുതുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ PSC പരീക്ഷ പോലെ ഇതിൻ്റെ അകത്ത് പ്രസ്താവന ചോദ്യങ്ങൾ കുറവായിരിക്കും. മാക്സിമം ഇതുപോലത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ മാത്സിന് എല്ലാവരും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നന്നായിട്ട് മാത്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വീനസ് പൂർണ്ണമായും മേഘത്താൽ മൂടിയിരിക്കുന്നു എന്ന് ആദ്യമായി ഊഹിച്ചതാരായിരുന്നു? ആൻസർ മൈഖാൽ ലോമോനോസോ. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ വായിക്കാം. വീനസ് പൂർണ്ണമായും മേഘത്താൽ മൂടിയിരിക്കുന്നു എന്ന് ആദ്യമായി ഊഹിച്ചതാരായിരുന്നു? ആൻസർ മൈഖാൽ ലോമോനോസോ. ഓക്കെ, ഇനി അടുത്തതും ഒരു കണക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്യാം, നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് നോക്കിക്കോ. ഒരു ബാഗിൽ 5 പച്ച, 4 മഞ്ഞ, 3 വെള്ള ബോളുകൾ അടങ്ങിയിരിക്കുന്നു. അതിൽ നിന്നും മൊത്തത്തിൽ 3 ബോളുകൾ പുറത്തെടുക്കുന്നു. ആ ബോളുകളെല്ലാം ഒരേ നിറത്തിലാവാതിരിക്കാനുള്ള സാധ്യത എത്രയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് 41/44 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗോപാൽപൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ഇത് അങ്ങനെ ആർക്കും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഗോപാൽപൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. ഓക്കെ, ഇനി അടുത്തതും ഒരു മാത്സ് ക്വസ്റ്റ്യനാണ്. ഒരു നിശ്ചിത സംഖ്യ സാധാരണ പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് 2240 5 വർഷം കൊണ്ട് 2600 രൂപയാകുന്നു. എന്നാൽ മൂലധനം എത്രയെന്ന് കാണുക. അത് ഒരു മാത്സ് ക്വസ്റ്റ്യനാണ്. അതിന് ആൻസർ വരുന്നത് 2000 രൂപയാണ്. അതിൻ്റെ ആൻസർ വരുന്നത് 2000 രൂപയാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഒരു നിശ്ചിത സംഖ്യ സാധാരണ പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് 2240 5 വർഷം കൊണ്ട് 2600 രൂപയും ആകുന്നു. എന്നാൽ മൂലധനം എത്രയെന്ന് കാണുക. ഓക്കെ, ഇനി അതിൻ്റെ ആൻസർ 2000 രൂപയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ആരാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഷാജഹാൻ. ഓക്കെ, റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാൻ. അടുത്ത ക്വസ്റ്റ്യൻ, തുരുമ്പ് പിടിക്കുവാതിരിക്കാൻ ഇരുമ്പിൽ പൂശുന്നത് എന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഇരുമ്പ് പൂശുന്ന പ്രക്രിയയുടെ പേരായിരിക്കും. മേ ബി ക്വസ്റ്റ്യൻ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഗാൽവനൈസേഷൻ എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ടെന്നീസ് കളിക്കാരനല്ലാത്തത്? അതൊരു മേ ബി അന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആവാം. ഇവിടെ റിക്കി പോണ്ടിങ് ആണ്. റിക്കി പോണ്ടിങ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ഇതിഹാസമാണ്. അപ്പോൾ സെറീന വില്യംസും സ്റ്റെഫി ഗ്രാഫും മാർട്ടിന നവാത്രിലോവയും ഒക്കെ ടെന്നീസ് കളിക്കാരാണ്. അപ്പോൾ റിക്കി പോണ്ടിങ് ആണ്. റിക്കി പോണ്ടിങ് ക്രിക്കറ്റ് താരമാണ്, ഓസ്ട്രേലിയക്കാരനാണ്. ഓക്കെ, അത് അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വിശേഷ തരത്തിലുള്ള ഡാഷ് എന്ന് വിളിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റാൽ സമൃദ്ധമാകണം ഗ്രാസ്. ഇത് ഏതൊരു അയവിറക്കുന്ന മൃഗത്തിനും ദഹനയോഗ്യമാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് സെല്ലുലോസാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ സെല്ലുലോസാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഒരു വിശേഷ തരത്തിലുള്ള ഡാഷ് എന്ന് വിളിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റാൽ സമൃദ്ധമാകണം ഗ്രാസ്. ഇത് ഏതൊരു അയവിറക്കുന്ന മൃഗത്തിനും ദഹനയോഗ്യമാണ്. ദഹനയോഗ്യം സെല്ലുലോസ്. ഓക്കെ, അപ്പോൾ ഒരു 11 ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തുടർന്നും നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് RRB ഗ്രൂപ്പ് Dൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ ആവശ്യപ്രകാരം ഞാൻ എന്ത് ചെയ്യാം, ഇങ്ങനെ ഗ്രൂപ്പ് Dൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ച 100 ക്വസ്റ്റ്യനെല്ലാം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് മാത്സ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.